നമസ്കാരം. ഗൾഫ് ഓഫ് മെക്സിക്കോയുടെ പേര് ഗൾഫ് ഓഫ് അമേരിക്ക എന്നാക്കണമെന്ന ഒരു ആഗ്രഹം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ അതിന് തക്കതായ മറുപടി കൊടുത്ത് ട്രംപിനെ പരിഹസിച്ചു വിട്ട ഒരു പെൺപുലിയുണ്ട്. പേര് ക്ലോഡിയ ഷെയ്ൻബോം. വടക്കേ അമേരിക്കൻ രാജ്യമായ മെക്സിക്കോയുടെ ആദ്യ വനിതാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട 61 വയസ്സുള്ള ഇടതുപക്ഷ നേതാവാണിവർ. മെക്സിക്കോയിലെ സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ച 70 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു വനിത മെക്സിക്കോയിൽ അധികാരത്തിലേറുന്നതെന്ന് ഓർക്കണം. നോർത്ത് അമേരിക്കയെ അമേരിക്ക മെക്സിക്കാന എന്നോ മെക്സിക്കൻ അമേരിക്ക എന്നോ മാറ്റുകയാണ് വേണ്ടതെന്നും 1814 മെക്സിക്കോ നിലവിൽ വരുമ്പോഴുള്ള രേഖകളിൽ അങ്ങനെയായിരുന്നുവെന്നും ലോക ഭൂപടത്തിന്റെ മുന്നിൽ നിന്നുള്ള മാധ്യമ സമ്മേളനത്തിൽ അവർ പറയുകയാണ്. അയൽ രാജ്യങ്ങളായ അമേരിക്കയും മെക്സിക്കോയും തമ്മിലുള്ള ബന്ധത്തിലെ വിള്ളൽ വ്യക്തമാക്കുന്നതായിരുന്നു ട്രംപിന്റെയും ഷെയ്ൻബോമിന്റെയും പ്രസ്താവനകൾ. അധിക നികുതി ചുമത്തി ട്രംപ് മെക്സിക്കോയെ പ്രകോപിപ്പിച്ചിരുന്നു. എന്നാൽ ശക്തമായ എതിർപ്പുകൾ ഉയർത്തിയതിനെ ചൊല്ലി ട്രംപ് തന്റെ കടുംപിടുത്തം അവസാനിപ്പിക്കുകയായിരുന്നു. മെക്സിക്കോയ്ക്ക് മേൽ ചുമത്തിയ 25% അധിക നികുതിയാണ് ട്രംപ് മരവിപ്പിച്ചത്. അതിനിടയിൽ അമേരിക്കയിൽ ഗൂഗിൾ മാപ്പിൽ മെക്സിക്കൻ ഉൾക്കടലിന്റെ പേര് ഗൾഫ് ഓഫ് അമേരിക്ക എന്നാക്കിയതിനെതിരെ വിമർശനം ഉന്നയിച്ച മെക്സിക്കോ രംഗത്ത് വരികയും ചെയ്തിരുന്നു. ട്രംപ് ഒപ്പിട്ട എക്സിക്യൂട്ടീവ് ഉത്തരവിനെ തുടർന്നാണ് ഗൂഗിൾ ഈ ഒരു മാറ്റം വരുത്തിയത്. ഗൾഫ് ഓഫ് മെക്സിക്കോ എന്നാക്കിയില്ലെങ്കിൽ ഗൂഗിൾ നിയമ നടപടി നേരിടേണ്ടി വരുമെന്നും മെക്സിക്കൻ പ്രസിഡന്റ് ക്ലോഡിയ ഷെയ്ൻബോം വ്യക്തമാക്കിയിരുന്നു. ഗൂഗിളിനോട് ഇതിനോടകം പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് എന്നും തൃപ്തികരമായ മറുപടി ലഭിച്ചില്ല എന്നും ക്ലോഡിയ അറിയിച്ചു. ഗൂഗിളുമായി ഇപ്പോൾ ഒരു തർക്കത്തിലാണ് ഉള്ളതെന്നും ആവശ്യമെങ്കിൽ സിവിൽ കേസ് ഫയൽ ചെയ്യുമെന്നും ഷെയ്ൻബോം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ട്രംപിന്റെ ഉത്തരവ് അമേരിക്കയുടെ കോണ്ടിനെന്റൽ ഷെൽഫിന് മാത്രമേ ബാധകമാകൂ എന്നും ഷെയ്ൻബോം വാദിച്ചു. മെക്സിക്കൻ ഉൾക്കടലിനെ പുനർനാമം ചെയ്യാൻ ഗൂഗിളിന് എങ്ങനെയാണ് സാധിക്കുകയെന്ന് ചോദിക്കുകയും 3 രാജ്യങ്ങളാണ് മെക്സിക്കൻ ഉൾക്കടൽ പങ്കിടുന്നത്, അതിനാൽ ഇതിൽ യാതൊരു മാറ്റത്തിനും തയ്യാറല്ല എന്നും ഷെയ്ൻബോം വ്യക്തമാക്കി. ഉൾക്കടലിൽ 49% തങ്ങൾക്കാണെന്നും ഏകദേശം 46% മാത്രമേ അമേരിക്കയ്ക്ക് അധികാര പരിധി വരികയുള്ളൂ എന്നുമാണ് മെക്സിക്കോ പറയുന്നത്. ക്യൂബയുടെ നിയന്ത്രണത്തിലാണ് ബാക്കി 5% എന്നും ക്ലോഡിയ വ്യക്തമാക്കി. മെക്സിക്കോ ഗൂഗിളിന് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഔദ്യോഗിക കത്ത് അയച്ചിട്ടുണ്ട്. എന്നാൽ ഗൂഗിൾ അവരുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഔദ്യോഗികമായി സർക്കാരുകൾ പേര് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവ ഉപയോഗിക്കുക എന്നതാണ് തങ്ങളുടെ നയമെന്ന് ഗൂഗിൾ പറയുകയും ചെയ്തു. ഗൂഗിൾ മാപ്പിൽ ഉപയോക്താവിനനുസരിച്ചാണ് പേര് കാണുക എന്നതും ഗൂഗിൾ അറിയിച്ചു. എന്നാൽ ഗൾഫ് ഓഫ് മെക്സിക്കോ എന്ന പേര് 1607 മുതൽ ഉപയോഗിക്കുന്നതാണെന്നും ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചിട്ടുണ്ടെന്നും ഷെയ്ൻബോം ആവർത്തിച്ച് വാദിക്കുകയാണ്. ഭൂമിശാസ്ത്രപരമായ പേരുകളെ ചൊല്ലി മെക്സിക്കോയും അമേരിക്കയും തമ്മിലുള്ള തർക്കത്തിന് ഒരു നീണ്ട ചരിത്രം തന്നെയുണ്ട്. ടെക്സസിനും മെക്സിക്കൻ സംസ്ഥാനങ്ങളായ ചിഹുവാഹുവ, കൊഹുയില, ന്യൂവോ ലിയോൺ, തമൗലിപാസ എന്നിവയ്ക്കും ഇടയിലുള്ള അതിർത്തി നദിയാണ് ഇതിനുള്ള മറ്റൊരു ഉദാഹരണം. മെക്സിക്കോ ഇതിനെ റിയോ ബ്രാവോ എന്നാണ് വിളിക്കുന്നത്. എന്നാൽ അമേരിക്കയിൽ ഇത് റിയോ ഗ്രാൻഡെ എന്നാണ് അറിയപ്പെടുന്നത്. മെക്സിക്കോയ്ക്ക് പുറത്തും അമേരിക്കക്കെതിരെ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. ട്രംപിനെതിരെ പരസ്യമായി എതിർപ്പ് പ്രകടിപ്പിച്ചാണ് മെക്സിക്കൻ പ്രസിഡന്റ് രംഗത്തെത്തുന്നത്. നൊബേൽ സമ്മാനം നേടിയ കാലാവസ്ഥാ ശാസ്ത്രജ്ഞ കൂടിയായ ക്ലോഡിയ ഷെയ്ൻബോം മെക്സിക്കോയിൽ 2000-ൽ ഏകകക്ഷി സമ്പ്രദായം അവസാനിച്ചതിനു ശേഷം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥി നേടുന്ന ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടിയാണ് അധികാരത്തിൽ ഏറിയത്.